ടൂറിസം സാധ്യതകളുടെ പരിപോഷണം നാടിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സാരിയിൽ ഏത് സ്ത്രീയാണ് സുന്ദരിയാകാത്തത്? സ്ത്രീ സൗന്ദര്യത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടാനായി സീമ സിൽക്സ് അവതരിപ്പിക്കുന്നു സങ്കല്പ സാരി കളക്ഷൻസ്. കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറിഗേഷൻ വകുപ്പ് ജലസേചന പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താനാണ് ഇറിഗേഷൻ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പ്രകൃതി വിഭവങ്ങളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. വിഭവങ്ങളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ നാട് വികസിക്കുകയുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് കോളപ്ര കാഞ്ഞാർ ടൂറിസം പദ്ധതി. സിനിമാ ചിത്രീകരണത്തിന് അനുയോജ്യമായ പ്രദേശമാണ് കോളപ്ര കാഞ്ഞാർ പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ ടൂറിസം പദ്ധതി വലിയ മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പ്രകൃതി സൗന്ദര്യവും ആയുർവേദ ചികിത്സാ രംഗത്തെ പ്രവർത്തനങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും ടൂറിസം രംഗത്തെ വളർത്തുന്നു. മികച്ച ആരോഗ്യരംഗവും നല്ല പൊതുവിദ്യാലയങ്ങളും ഈ ജില്ലയുടെ മുഖച്ഛായ മാറ്റി. കൂടാതെ ടൂറിസം ഭൂപടത്തിൽ ഇടുക്കിയുടെ സ്ഥാനം അടയാളപ്പെടുത്തുകയും ചെയ്തു. കേരളം വ്യാവസായിക രംഗത്ത് വലിയ ഉയർച്ചകൾ കൈവരിച്ച് മുന്നേറുകയാണ്. പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതി കോളപ്രയും കാഞ്ഞാറും മാത്രമല്ല, മൂലമറ്റവും കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശം. അതോടൊപ്പം സമീപ പ്രദേശങ്ങളായ വെള്ളിയാമറ്റം ഉൾപ്പെടെ മലങ്കരയുടെയും കൂടി ഭാഗമായി വരുന്ന മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിസ്തൃതിയേറിയ ഒരു ടൂറിസം സാധ്യതയാണ് പ്രാഥമികമായി നമ്മളിങ്ങനെ രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള രീതിയും സ്വഭാവവുമെല്ലാം ശ്രീ ബാജി ഇവിടെ ആദ്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെ കാര്യക്ഷമതയെ വളർത്തിയെടുക്കുക, നമ്മൾ ജലസേചനം കൊടുക്കുക, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാക്കാതെ നമ്മുടെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താൻ ഒരു വകുപ്പിനെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. നാടിന് ഉതകുന്ന ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇത്തരം പദ്ധതികൾ മാതൃകയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. KIIDC പ്രോജക്ട് കോർഡിനേറ്റർ സിജോ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് CEO ആൻഡ് MD VP ഹബീബ് റഹ്മാൻ പദ്ധതി വിശദീകരിച്ചു. കുടയത്തൂർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായവരെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, KIIDC അഡീഷണൽ CEO ബാജി ചന്ദ്രൻ R, MVIP സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബാലശങ്കർ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംഘാടക സമിതി പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പാനി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സാരിയിൽ ഏത് സ്ത്രീയാണ് സുന്ദരിയാകാത്തത്? സ്ത്രീ സൗന്ദര്യത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടാനായി സീമ സിൽക്സ് അവതരിപ്പിക്കുന്നു സങ്കല്പ സാരി കളക്ഷൻസ്. പട്ട് സാരിയുടെ വിവിധ ശ്രേണിയിലുള്ള വൻ ശേഖരവുമായി സങ്കല്പ സാരി കളക്ഷൻസ് മാർച്ച് 1 സീമ സിൽക്സ് കട്ടപ്പനയിൽ ലോഞ്ച് ചെയ്യുന്നു. സീമ സിൽക്സ് ലക്സ് ലൗഞ്ച് കസ്റ്റമൈസേഷൻ യൂണിറ്റും ഇതോടൊപ്പം ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. സങ്കല്പ സാരിയിൽ ഞാനും എത്തുന്നുണ്ട്, നിങ്ങളും ഉണ്ടാവില്ലേ?